നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സത്യമേവ ജയതേ, സത്യം ജയിക്കട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ. ഇന്ന് തുടങ്ങുന്ന സീറോ മലബാർ സഭയുടെ സിനഡ് മെത്രാന്മാരുടെ സമ്മേളനത്തിന് പാംപ്ലാനിയുടെ ധ്യാന ചിന്തകൾ തുടക്കം കുറിക്കുന്നു എന്നുള്ള സഭയുടെ ഔദ്യോഗിക അറിയിപ്പിന് മറുപടിയായി സീറോ മലബാർ സഭയുടെ എറണാകുളം രൂപതയിലെ ബസിലിക്ക ദേവാലയത്തിന്റെ ഒരു വിശ്വാസി നൽകിയ വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾക്ക് മുമ്പിൽ. ഇവിടെ സത്യമേവ ജയതേ, പാംപ്ലാനിയുടെ പൈശാചിക മുഖം വലിച്ചു കീറി പാംപ്ലാനിയുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയായി വേണം ഈ സന്ദേശത്തെ കാണുവാൻ. സീറോ മലബാർ വിശ്വാസികളായ എല്ലാവരും ഈ വീഡിയോ കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുമ്പിൽ സത്യമേവ ജയതേ. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം ഏതാണ്ടും 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ജിമ്മി പുത്തിരിക്കൻ, സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഇടവകാംഗമാണ്. ഇന്ന് മൗണ്ട് സെൻറ് തോമസിൽ നിന്ന് ഒരറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ടും വൈകുന്നേരത്തോടുകൂടിയോ രാവിലെയൊക്കെ സിനഡ്, സീറോ മലബാർ സഭയുടെ സിനഡ് കൂടുകയാണ്. മാർ പാംപ്ലാനി നയിക്കുന്ന ധ്യാന ചിന്തകളോടുകൂടി സിനഡ് ആരംഭിക്കുന്നു. ഈ പാംപ്ലാനി മെത്രാൻ എന്ത് ധ്യാന ചിന്തയാണ് പങ്കുവയ്ക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവരൊക്കെ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞ പോലെ, നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പോയി രമ്യപ്പെട്ടിട്ട് വേണം ബലിയർപ്പിക്കാൻ എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പാംപ്ലാനി പിതാവിനോട് മെത്രാന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ ഓർക്കുന്നു. അങ്ങടങ്ങുന്ന സിനഡ് എടുത്തിരിക്കുന്ന തീരുമാനത്തെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മാർപ്പാപ്പയോട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് ഉതപ്പുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ധ്യാനമാണ് നടത്തുന്നത്, എന്ത് ബലിയാണ് അർപ്പിക്കുന്നത്, എന്ത് സന്ദേശമാണ് നിങ്ങൾ ലോകത്തിലേക്ക് നൽകുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക പാംപ്ലാനി പിതാവേ, ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന ബസിലിക്ക ദേവാലയം ഒരു സമരഭൂമിയാക്കുവാനായിട്ടും അത് 7 വർഷത്തിലെ തീരുമാനമാകുള്ളൂ എന്ന് പറയുവാനുമുള്ള ആർജവം കാണിച്ച അങ്ങ് ഈ സഭയ്ക്ക് തന്നെ ഒരു പേരുദോഷമാണ്. അതുപോലെ തന്നെ 2 പ്രാവശ്യം അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ സഭയുടെ സിനഡിൻ്റെ സെക്രട്ടറിയായ അങ്ങ് ഞങ്ങളോട് പറഞ്ഞത്, എങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയിക്കോ, കോടതി എന്താണ് പറയുന്നത്, കോടതിയിൽ നിന്ന് നീതി കിട്ടുമെങ്കിൽ വാങ്ങിക്കോ എന്ന് പറയുന്ന ഒരു സിനഡ് പിതാവിനെയാണ് അങ്ങിൽ ഞങ്ങൾ കണ്ടത്. കോടതി പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു, പോലീസുകാർ അതുപോലെ നിന്നു. അതാണ് ഇന്ന് ബസിലിക്കയിൽ നടന്നത്. ബസിലിക്കയിൽ വിരലിലെണ്ണാവുന്നവർ നടത്തിയ ഒരു പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസ സമരത്തെ അടിച്ചമർത്താനായിട്ട് അങ്ങ് കാണിച്ച വക്രബുദ്ധി ഇന്ന് പ്രകാശപൂരിത, അതായത് ഞങ്ങളുടെ പ്രകാശം, അതായത് ഞങ്ങളുടെ ലൈറ്റ് വരെ കട്ട് ചെയ്ത് മങ്ങാടനച്ഛൻ്റെ ഒത്താശയോടുകൂടി, നിങ്ങളുടെ അനുഗ്രഹാശിസോടുകൂടി, നിങ്ങൾക്ക് കണ്ണൂരുള്ള പിടിപാടോടുകൂടി നടത്താൻ പറ്റിയ എല്ലാ വേഷം കെട്ടുകളും നടത്തിയിട്ട് പോലും 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ പോലെ ഇന്ന് 9:30 മണിയായപ്പോൾ, ഇന്നലെ 9:30 മണി രാത്രിക്ക് ബസിലിക്കയിൽ നിങ്ങളായിട്ട് വിച്ഛേദിച്ച എല്ലാ കരണ്ടും എല്ലാ വൈദ്യുതി ബന്ധങ്ങളും പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. നാളെ അല്ല ഇന്ന് നിങ്ങൾ പിതാക്കന്മാർക്ക് ധ്യാനചിന്ത പകരുമ്പോൾ ഇതുകൂടി പറയുക,
സത്യമേവ ജയതേ. അതായത് എബ്രാഹാം സൊദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ച പോലെ 50, 40, 10, 5, 1 എന്ന് പറയുന്നത് പോലെ വിശ്വാസ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ ഈ ബസിലിക്കയിൽ 2 കുർബാനയും സ്പെഷ്യൽ കുർബാനയെങ്കിലും അനുഭവിച്ചു തരണമെന്ന് കാല് പിടിച്ച് കെഞ്ചാൻ ഞങ്ങൾ വന്നപ്പോഴും പുറംകാല് കൊണ്ട് തട്ടിയില്ലേ? അവസാനം എന്തുണ്ടായി? ബലം പ്രയോഗിച്ച് കുറേ ഗുണ്ടകളെ ഇന്ന് വിട്ട് നിങ്ങൾ ബസ്സിലേക്ക് പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നടന്നോ? നടന്നില്ല. കർത്താവ് സത്യമാണ്. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. പാമ്പ്ളാനി പിതാവിനെ നയിക്കുന്നത് ആരാണെന്നുള്ളത് സ്വയമേ ചിന്തിച്ചിട്ട് ഒരു ആത്മശോധന നടത്തി അങ്ങേക്ക് അർഹമാണെങ്കിൽ മാത്രം ഇത്രയും വലിയ പിതാക്കന്മാരെ, അല്ലെങ്കിൽ ഈ 40-50ഓളം പിതാക്കന്മാരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന വേറെ ആരെയെങ്കിലും ആ പണിയേൽപ്പിച്ചിട്ട് പിതാവ് അവിടെ ഇരുന്ന് സ്വന്തം കുറ്റങ്ങളെപ്പറ്റി ഓർക്കുന്നതായിരിക്കും നല്ലതെന്ന് ഒരു വിനീതൻ്റെ അഭ്യർത്ഥനയായിട്ട് കണക്കാക്കുക. ഞാൻ ജിമ്മി പുത്തിരിക്കൻ, ബസിലിക്ക ഇടവകാംഗം. കാരണം അന്തസ്സും ആത്മാഭിമാനത്തോടും കൂടി ഞാൻ പറയും, ഞാൻ മാമോദീസ സ്വീകരിച്ച ഈ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ടാണ് പിതാവേ ഞാനിത് പറയുന്നത്. കാരണം എൻ്റെ മാതാപിതാക്കന്മാരാണെന്നുള്ള വ്യക്തതയും സീറോ മലബാർ പാരമ്പര്യത്തിൽ വളർന്നവനാണെന്നുള്ള വ്യക്തതയും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ജിമ്മി പുത്തിരിക്കൻ, ബസിലിക്ക ഇടവകാംഗം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.